ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. നല്ലൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. കോവയ്ക്ക തോരനാണ് ഇന്നത്തെ റെസിപ്പി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണിത്. അതുമാത്രമല്ല, ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ കോവയ്ക്കയിൽ. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഈ കോവയ്ക്ക തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1/2 കിലോ കോവയ്ക്കയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എടുത്തു വെച്ചിരുന്ന എല്ലാ കോവയ്ക്കയും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ ഏകദേശം 1/4 കപ്പോളം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ആവാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ എല്ലാ ചേരുവകളും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ചെറിയൊരു തരിതരിപ്പോടു കൂടി വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 വറ്റൽ മുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയുടെ പകുതിയാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ചേർക്കാം. ഈ കോവയ്ക്ക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. ഇതൊരു നോൺ സ്റ്റിക്ക് കടായി ആയതുകൊണ്ട് അടിയിലൊന്നും പിടിക്കില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇടയ്ക്ക് അടപ്പ് തുറന്നിട്ട് ഈ കോവയ്ക്ക ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ തോരൻ തയ്യാറാക്കിയെടുക്കാം. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഉപ്പ് നല്ലതുപോലെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടാണ് ചേർക്കാനുള്ളത്. ഈ തേങ്ങ അരച്ചെടുത്തപ്പോഴും ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. ഇനി അരപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ചു വെച്ച് ഒരു 3-4 മിനിറ്റ് കൂടി അതൊന്ന് വേവിച്ചെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ തോരൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ കോവയ്ക്ക മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്